ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു കഥയായിട്ടാണ്. ചെറുകഥയല്ല, പ്രേതകഥ. എനിക്ക് മനസ്സിലായി, എൻ്റെ കുറച്ച് വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടപ്പോൾ എന്നെപ്പോലെ നിങ്ങൾക്കും ഈ പ്രേതകഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുപോലൊരു പ്രേതകഥയായിട്ടാണ്. അത് കഥയല്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണിത്. അതായത് വല്യമ്മയുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം. ആ കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി ടൈം. എൻ്റെ വല്യമ്മയുടെ വീട് ഒരു കുളത്തിൻ്റെ അടുത്താണ്. കുളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആഴമൊക്കെയുള്ള ഒരു കുളമാണ്. ആരും ഉപയോഗിക്കാത്ത, ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ കൽപ്പടവകളുള്ള, ചുറ്റും മരങ്ങളുള്ള, നിറയെ ആമ്പലുകളുള്ള, കുറേ ആമകളുള്ള, ഒരുപാട് കിളികളൊക്കെ വരുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. അതിൻ്റെ തൊട്ടുകരയിലാണ് വല്യമ്മയുടെ വീടുള്ളത്. തൊട്ടുകരയിൽ എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഒരു സൈഡ് ശരിക്കും നിൽക്കുന്നത് ആ ഒരു കുളത്തിൻ്റെ കൽപ്പടവിൻ്റെ സൈഡിലൂടെയാണ്. നമ്മൾ ചെറിയ പ്രായത്തിൽ അവിടെ പോകുന്ന സമയത്ത് അധികവും ആ കുളത്തിൻ്റെ കരയിൽ പോയിട്ട് കളിക്കുകയും കാര്യമൊക്കെ ചെയ്യായിരുന്നു. ഒരു ദിവസം വല്യമ്മ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വരുമ്പോൾ എനിക്ക് പേടിയാവും നോക്കി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ കുളത്തിൻ്റെ അടുത്ത് കളിക്കാൻ പോകരുത്, ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറയില്ലേ. അതിൻ്റെ റീസൺ ഇതാണ്, കാരണം അവിടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ആ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, പേടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ക്യൂരിയോസിറ്റി, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. അങ്ങനെ ചോദിച്ചപ്പം വല്യമ്മ നമുക്കൊരു കഥ പറഞ്ഞു. കഥയല്ല, ശരിക്കും നടന്നൊരു സംഭവം, ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആ കാര്യം ഇങ്ങനെയാണ്. കുറേ നാളിന് മുൻപേ ഉപയോഗിക്കുന്ന ഒരു കുളമായിരുന്നു. അതായത് നാട്ടുകാരൊക്കെ വന്ന് കുളിക്കുന്നതും അലക്കുന്നതും അങ്ങനത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുളമായിരുന്നു. ആ ഇടയ്ക്ക് ആ കുളം അടിച്ചു വാരാൻ ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ സ്ത്രീയുടെ കുഞ്ഞു വാവയും കൂട്ടിയിട്ടാണ് വന്നത്. വാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കാനൊക്കെ പ്രായമുള്ള, ഈ പാലൊക്കെ കുടിക്കുന്നത്, ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഉള്ള വാവ. അങ്ങനെ ഈ സ്ത്രീ കുളത്തിന് ചുറ്റും അടിച്ചു വരുന്ന സമയത്ത് ഈ കുഞ്ഞ് അമ്മ അറിയാതെ നടന്ന് കുളത്തിൽ ആമ്പല് പറിക്കാൻ വേണ്ടിയിട്ട് പടവുകൾ ഇറങ്ങിയിട്ട് കുളത്തിൽ പോയിട്ട് വീണു. ആ കുട്ടി വീണത് കണ്ട അമ്മ ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീന്താൻ അറിയില്ലാത്ത ആ സ്ത്രീ കുളത്തിലേക്ക് എടുത്ത് ചാടി. സ്ത്രീക്കും നീന്താൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സ്ത്രീ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പിടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന് ആ കുട്ടി അമ്മയുടെ കാലിലോ സാരിയിലോ മറ്റോ പിടിച്ച് ആ കുട്ടി ഹോൾഡ് ചെയ്ത് നിന്നു. പക്ഷെ അവർ മരിച്ചു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു കുളം ഉപയോഗശൂന്യമായി, ആരും അത് ഉപയോഗിക്കാതെയായി. അങ്ങനെ ഉപയോഗിക്കാതെ ആയി ആ കുളം കാട് പിടിച്ച് ഒരുപാട്, ലൈക്ക് ഈ ഒരു കാവൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് കാടൊക്കെ പിടിച്ച് വളർന്ന് അങ്ങനെ കൽപ്പടകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കാണുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പിന്നീട് അത് മാറി. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് ചോദിച്ചു. പറഞ്ഞു, ആദ്യമൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇടക്കാലത്ത് അടുത്ത ചേച്ചി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം തനിയെ മോട്ടർ ഓൺ ആക്കിയിട്ട് നമ്മൾ ടാങ്കിൽ വെള്ളം വീഴൂലേ, ആ സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് അവിടെ വെള്ളം വരുന്നുണ്ടാവില്ല, മോട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ ഓഫ് ആയിരിക്കും, പക്ഷെ സൗണ്ട് കേൾക്കും. അതായത് അവരുടെ ടാങ്കിൽ വെള്ളം വീഴുന്ന സൗണ്ട് എടുത്ത് അവരൊക്കെ എഴുന്നേറ്റിട്ട് നോക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നൈറ്റിയിൽ മാക്സി മേടിച്ചു കഴിഞ്ഞാൽ ആ മാക്സിയിൽ സിബൊന്നും നിൽക്കില്ല. അതായത് സിപ്പൊക്കെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. വല്യമ്മ പറയുന്നത് എന്താ വെച്ചാൽ, കുഞ്ഞു വാവയല്ലേ മരിച്ചത്, അപ്പോൾ ബ്രസ്റ്റ് ഫീഡുള്ള വാവയല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സിപ്പ് നിൽക്കാത്തതെന്നാണ് വല്യമ്മ പറയുന്നത്. കൂടി വന്ന പിന്നെ കുറച്ച് ഹെവി ആയതിനു ശേഷം അവിടുത്തെ കുഞ്ഞൊക്കെ വന്നതിന് ശേഷം കുഞ്ഞിന് വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾ മിസ്സാവുക, കളിപ്പാട്ടങ്ങൾ പൊട്ടിപ്പോവുക, ഇതൊരു സ്ഥിരം പല്ലവിയാവാൻ തുടങ്ങി. കളിപ്പാട്ടങ്ങൾ എത്ര സൂക്ഷിച്ച് വെച്ചാലും, എത്ര തന്നെ എടുക്കണ്ടെന്ന് വെച്ച് എടുത്തു വെച്ചാലും അതെങ്ങനെയും പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാവുന്നു തുടങ്ങി. കാരണം നമ്മളവിടെ പോയി നിൽക്കുന്നതായിരുന്നു, നമ്മൾ അധികം ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് കുട്ടിയായിരുന്നല്ലോ, ഒരു 7th സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. ആ കുട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഫീൽ ആവാഞ്ഞിട്ടുണ്ടാവാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് കുറച്ച് നാളവിടെ നിൽക്കേണ്ടതായിട്ട് വന്നപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഓടുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഏകദേശം ഒരു മണി ആ ഒരു ടൈമായി കാണണം, എനിക്കറിയാം. ഞാൻ എന്നൊരു ചെറിയ പ്രായമാണ്, നമുക്കൊന്നും ഫോണൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ആക്കാനോ അല്ലെങ്കിൽ ടൈം നോക്കാനോ ഒന്നും. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ്, ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റത് ഞാൻ ഒരു കുഞ്ഞു അവിടെ കരച്ചിൽ കേട്ടിട്ടായിരുന്നു. അതായത്
ഞാൻ വിചാരിച്ചത് അവിടുത്തെ കുഞ്ഞുവാവ കരയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല, ഞാൻ കിടക്കുന്ന റൂം ആ ഒരു കുളത്തിൻ്റെ സൈഡിലുള്ള റൂമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വല്ലാതെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു, ഭയങ്കരമായിട്ട് പാനിക്കുക. അപ്പോൾ നമ്മളന്നൊരു 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഒക്കെ തന്നെ കിടക്കുന്ന ഒരു പ്രായമാണല്ലോ. ആ സമയം ഞാൻ പെട്ടെന്ന് അമ്മേനൊക്കെ പിടിച്ച് കിടന്ന് അവിടെ ഉറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ കണ്ണടച്ച് കിടന്നു. പിന്നെയും എനിക്ക് കുഞ്ഞ് കരയുന്ന ഒച്ചയും ചിരിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അമ്മയെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, അങ്ങനത്തെ ഒരു സൗണ്ട് ഞാൻ ഇപ്പോൾ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇറങ്ങിപ്പോയേനെ ചിലപ്പോൾ. കാരണം ഇതറിയാലോ, ഒരു കുഞ്ഞു വാവ പാല് കുടിക്കുന്നൊരു വാവ പോവുക, അതിനെ രക്ഷിക്കാൻ അമ്മ ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ അതെന്തൊരവസ്ഥയായിരിക്കും. ഇത് ശരിക്കും നടന്ന സംഭവമാണോ അല്ല വല്യമ്മ ഞങ്ങളടുത്ത് വെറുതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയാം. അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം എല്ലാം നോർമലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അധികം അവിടെ വലിയ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ പിന്നെ അധികം അവിടെ നിൽക്കാൻ പോകുന്നതായി. പിന്നെ ഒരു ദിവസം വല്ലതും വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു, അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, നിങ്ങളെപ്പോഴും ആ കുളത്തിൻ്റെ കരയിൽ പോയി കളിക്കും, ആഴമുള്ള കുളമല്ലേ, വീണ് പോയാലോ അല്ലെങ്കിൽ താമ്പൽ കാണിച്ച് പറിക്കണം എന്ന് തോന്നിയിട്ട് നിങ്ങൾ ഇറങ്ങിയ അപകടമല്ലേ, അങ്ങനെ അതിൻ്റെ മുകളിൽ പാമ്പ് ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു കഥ എന്നാണ് വല്യമ്മ പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോഴും അറിയില്ല അങ്ങനത്തെ ഒരു കഥ വല്യമ്മ വെറുതെ പറഞ്ഞതാണോ ശരിക്കുള്ളതാണോ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനത്തെ ഒരു കഥ വെറുതെ പറഞ്ഞതായിരിക്കാൻ വഴിയില്ല. ചിലപ്പോൾ നിങ്ങളെടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും ഈ കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പുതിയ കഥകളായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.